മൈദാപ്പൊടി, മുട്ട, പാല് അത് മാത്രം മതി ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വർണ്ണനകളുടെ ആവശ്യമില്ല. ഇവൻ പൊളിയാണ്. KFC സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇനി വേണ്ടുന്ന സാധനങ്ങൾ: ചിക്കൻ, പാല്, മുട്ട, തൈര്. ഈ 3 ഐറ്റം ചിക്കനിലിടുക. ഉപ്പും ചേർത്ത് നല്ലവണ്ണം മാരിനേറ്റ്, നല്ലവണ്ണം അത് പിടിക്കാൻ വേണ്ടി കുഴച്ചെടുക്കുക. അതിനുശേഷം ചിക്കൻ മുക്കി പൊരിക്കേണ്ടുന്ന പൊടിയാണ് ഈ റെഡിയാക്കി എടുക്കുന്നത്. വേറെ ഒന്നുമില്ല, മൈദപ്പൊടി മാത്രമേ ഉള്ളൂ. മൈദപ്പൊടിയിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് ചേർത്ത് ഇളക്കിയെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഈ പൊടിയിലിങ്ങനെ മുക്കി അത് പൊടിയിലും പൊതിഞ്ഞെടുക്കണം. ഈ പൊടി ഇതിൽ എത്ര മാക്സിമം പിടിക്കുന്നോ അത്രയും ഒറിജിനാലിറ്റി KFCക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാക്സിമം പിടിപ്പിക്കുക. പൊടിയിൽ മുക്കിയ ചിക്കൻ ഒന്നുകൂടി ഈ പാലിൽ മുക്കണം. പാലിൽ മുക്കിയതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന മൈദപ്പൊടിയിൽ പിന്നെയും നമ്മളത് മുക്കുന്നു. മാക്സിമം മുക്കി പിടിപ്പിക്കുന്നു. മൈദയിൽ മുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസാണിത്. നല്ലവണ്ണം തിളച്ച എണ്ണ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസും ഇതിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ പറ്റിയിരിക്കുന്ന പൊടി ഇതിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പൊടി അതിൽ സ്റ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എണ്ണ ഇങ്ങനെ അതിന് മേളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൊരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് ഇട്ട് മൊരിക്കുക. മാക്സിമം എണ്ണയിൽ കിടക്കാൻ പറ്റുന്ന അത്രയും ഇടുക. ലോ ഫ്ലെയിം, അത്രയ്ക്ക് ലോ ഫ്ലെയിമും പാടില്ല, മീഡിയം ഫ്ലെയിം തന്നെ യൂസ് ചെയ്യുക. മാക്സിമം വേകുന്ന രീതിയിൽ അത് മൊരിച്ചെടുക്കുക. ഇത് ഡയറി പാടില്ല എന്നാണ് പറയുന്നത്, പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ KFC ഫ്രൈഡ് ഹോം മെയ്ഡ് ചിക്കൻ. വേറെ ഒന്നുമില്ലല്ലോ, മൈദ മാത്രവും. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.